വിടവാങ്ങിയ ഒരു സഹോദരനാണ് ഈ ഭവനം നിർമ്മിച്ചു നൽകുന്നത്. ഏതാണ്ട് 45 വയസ്സ് പ്രായമുള്ള ഗഫൂർ എന്ന യുവാവ് 12 വയസ്സ് മുതൽ 16 ദിവസം പ്രായമുള്ള 5 മക്കളുടെ ഉപ്പ, 4 ആൺമക്കൾക്ക് ശേഷം പിറന്ന ഒരു പെൺകുട്ടി ഉൾപ്പെടെ 5 മക്കളുടെ ഉപ്പ അപ്രതീക്ഷിതമായി അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ കീഴടങ്ങി ഇഹലോകവാസം വെടിഞ്ഞ ആ സഹോദരന് വേണ്ടിയാണ് ഈ ഒരു കാരുണ്യ ഭവനം നിർമ്മിച്ചു നൽകുന്നത്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ആദരണീയനായ സമാദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത്. ഏറെ വൈകിയ ഒട്ടേറെ ചടങ്ങുകൾക്കിടയിലാണ് നമ്മുടെയൊക്കെ ആഗ്രഹപ്രകാരം, നമ്മുടെയൊക്കെ അഭിമാനമായ തങ്ങൾ നമ്മുടെയൊക്കെ ആഗ്രഹത്തിന് വേണ്ടി നിർബന്ധമായ ഒരു നിർബന്ധത്തിന് വഴിയാണ് തങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ചടങ്ങിനെത്തിയ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ സമാദരണീയ അധ്യക്ഷൻ ജനാബ് മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ സാഹിബ്, ആറങ്ങാടി അറേമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ MK റഷീദ്, ജനറൽ കൺവീനർ കാസിം ഹാജി, മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് MP ജാഫർ, ജനറൽ സെക്രട്ടറി ഫോർ അബ്ദുറഹ്മാൻ സാഹിബ്, അതുപോലെ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ സെക്രട്ടറി ഇബ്രാഹിം, ഈ അറേമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രക്ഷാധികാരികളായ C അബ്ദുല്ലാജി, T റംസാൻ, T മുഹമ്മദ് കുഞ്ഞി, P അന്തുമാൻ തുടങ്ങി എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് M ഇബ്രാഹിം, മുസ്ലിം ലീഗ് സെക്രട്ടറി M ഇബ്രാഹിം ഉൾപ്പെടെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിക്കാൻ ബഹുമാന്യനായ സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിനോട് അപേക്ഷ കൊണ്ട് നടത്തുന്നു. സമയം കല്ലാരെത്തുന്നത് തങ്ങളെ 2 പേർക്ക് ബഹുമാന്യ ആദ്യമായി തങ്ങളുടെ ആദരപൂർവ്വം ഇവിടെയുള്ള നമ്മുടെ നേതാക്കൾ, പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ സംബന്ധിച്ചാൽ നമ്മുടെ ബൈത്തുറോമയുടെ ഒരു ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. അല്ലാഹു ഇതിനെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. കമ്പനായി കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്ത് ലഭിക്കുന്ന ഒരു പുണ്യ പ്രവർത്തനം കൂടിയാണ്. അല്ലാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പറ്റുന്നു. ഒരു ക്യാൻസർ ബാധിതനായ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ മകന് വേണ്ടിയുള്ള ഒരു ഫണ്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉപദേശക സമിതി MC അബ്ദുല്ലാജിക്ക് കൈമാറുന്നു.